CTR, CPC, ROS ഇതൊക്കെ കേൾക്കുമ്പോഴേ പല ക്ലയൻസും പേടിച്ചു ഇല്ലേ? ഇങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോൺ ടെക്നിക്കൽ ആയ ക്ലയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് എന്താ വരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കലും നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ ഇങ്ങനത്തെ ടെക്നിക്കൽ ജാഗൻസിനെ എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചില ക്ലയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. 100 പേര് ആഡ് കണ്ടപ്പോൾ എത്ര പേര് ആ ആഡിൽ ക്ലിക്ക് ചെയ്തു, ഇതാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ഒരു ക്ലയന്റിന് മനസ്സിലാവാതിരിക്കാം. ബട്ട് കുറച്ചുകൂടി റിലേറ്റബിൾ ആയി സ്റ്റോറി ടെല്ലിംഗ് മോഡലൊന്ന് പറഞ്ഞു നോക്കൂ. 100 പേര് ഒരു ഷോപ്പിന്റെ മുന്നിൽ കൂടെ പോയി, ഷോപ്പിന്റെ ബോർഡ് 100 പേരും കണ്ടു, ബട്ട് 10 പേര് ഷോപ്പിന്റെ ഉള്ളിൽ കയറി. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആ ക്ലയന്റിന് കുറച്ചുകൂടെ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ROS, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. നിങ്ങൾ ആഡ്സിന് വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കൺവേർട്ടായി സെയിൽ ത്രൂ നിങ്ങൾക്ക് വന്നു. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഒരു ക്ലയന്റിന് പലപ്പോഴും ROIയും ROASും കൺഫ്യൂസ്ഡ് ആവും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ല, റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. ഒരു മാർക്കറ്റിംഗ് ഏജൻസി നമ്മൾ പലപ്പോഴും നോക്കുന്ന ഒരു മെട്രിക്സ് ROAS ആണ്. ക്ലയന്റ് എടുക്കുന്ന മെട്രിക്സ് ROI ആണ്. അവർ മൊത്തത്തിൽ എത്ര സ്പെൻഡ് ചെയ്തു, നമ്മുടെ സർവീസ് ചാർജ് ആവാം, നമ്മുടെ ആഡ് സ്പെൻഡ് ആവാം, അവിടെ സെയിൽസിന് വിളിക്കുന്ന അവരുടെ സാലറി ആവാം, ഇതെല്ലാം കൂട്ടിയിട്ടായിരിക്കും അവർ കണക്കാക്കുന്നത്. ആസ് എൻ ഏജൻസി നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ROASലായിരിക്കും. സോ അതിലെ ഡിഫറൻസ് അവർ കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന ഓരോ മെട്രിക്സിനും സിമ്പിളായി സ്റ്റോറി ടെല്ലിംഗ് മോഡിൽ അവർക്ക് റിലേറ്റബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഇനീഷ്യലി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫോക്കസ് ഓൺ ബിസിനസ് ഇമ്പാക്ട്. ആൻഡ് നമ്മളിതെല്ലാം പറഞ്ഞു, ആൻഡ് ഇതെങ്ങനെ അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ലീഡ്സ് കൂടി, അതുവഴി ക്വാളിഫൈഡ് ലീഡ്സ് കൂടി എന്നൊക്കെ വെറുതെ പറയുന്നതിന് പകരം നമ്പർ ഓഫ് ക്വാളിഫൈഡ് ലീഡ്സ് കൂടി കഴിഞ്ഞാൽ അവിടെ കൺവേർഷൻസ് ചാൻസ് ഉണ്ടെന്നും കൺവേർഷൻ കൂടുന്തോറും അവരുടെ സെയിൽ കൂടും എന്നുള്ളതും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും എങ്ങനെ അവരുടെ ബിസിനസ്സിനെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ബാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്രാഫ് അല്ലെങ്കിൽ സിമ്പിൾ ചാർട്ട്സ് വഴി കാര്യങ്ങൾ മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ പറയുന്നതിനേക്കാളും മനസ്സിലാവുക വിഷ്വലി അവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് എക്സാമ്പിൾസോ ഗ്രാഫ്സോ ചാർട്ടുകളോ കാണിച്ചു കൊടുത്ത് ഗ്രീൻ സിഗ്നൽസ് കാണിക്കുന്നത് പോസിറ്റീവ് സൈഡാണ്, നമ്മുടെ ഗ്രോത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ റെഡ് കളർ കാണിക്കുന്നത് ഒരു നെഗറ്റീവ് സൈൻ ആണോന്നോ അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതോ, അങ്ങനെ ചില കാര്യങ്ങൾ ചാർട്ട് വഴി ഗ്രോത്തിനെയും ഡിപ്സിനെയും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വിഷ്വലി മനസ്സിലാവാനും കൂടുതൽ ക്ലാരിറ്റിക്കും അത് ഹെൽപ്പ് ചെയ്യും. ഒരു പോസ്റ്റ് ഇട്ടു, അതിൽ ഇത്രയും എൻഗേജ്മെന്റ്സ് വന്നു എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആ ക്ലയന്റിന് ഒന്നും മനസ്സിലായില്ല. എന്താണ് എൻഗേജ്മെന്റ്സ്, എന്തുകൊണ്ടാണ് എൻഗേജ്മെന്റ്സ് കൂടുന്നത്? ഒരു കാണുന്ന ഓഡിയൻസിന് ഒരു പോസ്റ്റോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ക്യാച്ചി ആയിട്ട് തോന്നിയാൽ മാത്രമാണ് അത് കൂടുതൽ എൻഗേജ്ഡ് ആക്കുക. അങ്ങനെ കൂടുതൽ എൻഗേജ്ഡ് ആയ കോണ്ടന്റ്സ് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? ഇങ്ങനത്തെ രീതിയിലായിരിക്കണം സിമ്പിളായിട്ട് ഓരോ ടെക്നിക്കൽ കാര്യങ്ങളും നമ്മളൊരു നോൺ ടെക്നിക്കൽ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.